ട്രാക്ക് 1 PSCയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ബേസിൽ. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ജോഗ്രഫീൻ്റെ ഏതാനും ഭാഗങ്ങളാണ്. പഠിച്ചെടുത്താൽ മാർക്ക് ലഭിക്കാൻ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതുമായ ഒരു ടോപ്പിക്കാണ് കേരള ജോഗ്രഫി. അത്ര പഠിച്ചെടുത്താൽ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ തുടങ്ങുമല്ലേ? എടാ, നമ്മൾ ആദ്യം തുടങ്ങുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മുടെ കേരളം രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5 ജില്ലകളായിരുന്നു കേരളം രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കേരളം രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന ജില്ലകൾ എന്ന് പറഞ്ഞാൽ 5 ജില്ലകളാണ്. കേരളത്തിലെ എന്ന് വെച്ചാൽ ആദ്യത്തെ കേരളത്തിലെ ജില്ലകളാണ് കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. അപ്പോൾ നമ്മുടെ കേരളം രൂപീകരിക്കുന്ന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ. അപ്പോൾ ഓർത്ത് വെച്ചോളണം, മറന്നു പോകരുതേ. അടുത്ത നമ്മുടെ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനമാണ്. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 17 8 ഡിഗ്രി 17 ചാനൽ 30-നും 12 ഡിഗ്രി 47 ചാനൽ 40-നും ഇടയിലാണ് കേട്ടോ. ഓർത്ത് വെച്ചോ, ഇതെന്തായാലും എക്സാമിന് വന്നതാണ്. 8 ഡിഗ്രി 17 ചാനൽ 30-നും 12 ഡിഗ്രി 47 ചാനൽ 40-നും ഇടയിലാണ് കേരളത്തിന്റെ അക്ഷാംശം. അങ്ങനെയാണ് രേഖാംശവും 74 ഡിഗ്രി 27 ചാനൽ 47-നും 77 ഡിഗ്രി 37 ചാനൽ 12-നും ഇടയിലാണ് കേരളത്തിന്റെ രേഖാംശ സ്ഥാനം. എന്തായാലും നമുക്ക് പഠിച്ചെടുത്തേണ്ട ഒരു മാർക്ക് ഇവിടെ ഉറപ്പാട്ടോ. കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ചോദ്യമാണിത്. നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണ്ണമാണെങ്കിലോ, കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 3863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 3863 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളത്തിന്റെ വിസ്തീർണം. ഈ 1.18 എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെച്ചോളണം. PSC റിപ്പീറ്റ് ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ അടിസ്ഥാന വിവരത്തിലെ ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ ആണിത്. 1.18% കേരളത്തിന്റെ വിസ്തീർണം. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്കിടയിലാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം 21-ാം സ്ഥാനമാണ് കേട്ടോ. വിസ്തീർണത്തിനിടയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇടയിലാണ് കേരളത്തിന്റെ സ്ഥാനം 21-ആണ്. ജനസാന്ദ്രതയിലാണ് 3-ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. അപ്പോൾ കേരളത്തിന്റെ അക്ഷാംശമാണെങ്കിൽ 8 ഡിഗ്രി 17 ചാനൽ 30-നും 12 ഡിഗ്രി 47 ചാനൽ 40-നും ഇടയിലാണ്. രേഖാംശമാണെങ്കിൽ 47 ഡിഗ്രി 27 ചാനൽ 47-നും 77 ഡിഗ്രി 37 ചാനൽ 12-നും ഇടയിൽ. നമ്മുടെ വിസ്തീർണം എത്രയാണ്? 3863. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളത്തിന്റെ വിസ്തീർണം. സംസ്ഥാനങ്ങൾക്കിടയിൽ എത്രയാണ് വിസ്തീർണം? 3 കേട്ടോ. സംസ്ഥാനങ്ങൾക്കിടയിൽ 3 കേരളത്തിന്റെ വിസ്തീർണം. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തെ സാക്ഷരത എന്ന് പറയുന്നത് 94%. സാക്ഷരത 94 പുരുഷനാണെങ്കിലോ, മെയിൽ ആണെങ്കിൽ 96%, ഫീമെയിൽ ആണെങ്കിൽ സ്ത്രീകളുടെ ആണെങ്കിൽ 92%. ഓർത്തു വെക്കണേ, മറന്നു പോകരുതേ. ഇനി അടുത്ത് നമ്മുടെ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം. തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം. നമ്മുടെ കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യമാണല്ലോ. കടൽ തീര ദൈർഘ്യമാണെങ്കിൽ 590 കടൽ തീര ദൈർഘ്യം 590. അത് ഈ 590 വന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം 590. അതുപോലെ തന്നെ ഓപ്ഷനിൽ 580 കാണാം, 590 കാണാം. അതിൽ 590 580 ഉണ്ടെങ്കിൽ 590 നിങ്ങൾ എഴുതാവുള്ളൂ. 580 മാത്രമാണെങ്കിൽ 580 കൊടുക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കിയായിരുന്നു. മുമ്പ് ഏതായിരുന്നു? മുമ്പ് പാലക്കാടായിരുന്നു. ഇപ്പോൾ ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ലയാണേലോ, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറഞ്ഞാൽ 560 കിലോമീറ്ററും തീര ദൈർഘ്യമാണെങ്കിൽ 590 കിലോമീറ്ററും. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കി. വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിൽ ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ചെറുത്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ലയാണല്ലോ വയനാട്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ്. അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ളത് മലപ്പുറവും ഏറ്റവും കുറവ് വയനാടുമാണ്. കടൽ തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കടൽ തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കടൽ തീരം ഏറ്റവും കുറവുള്ളതാണ് അത് കൊല്ലം ജില്ലയ്ക്കാണ് കേട്ടോ. കടൽ തീരം കൂടുതലാണെങ്കിൽ കണ്ണൂർ, കുറവാണെങ്കിൽ കൊല്ലം. കൂടുതൽ കണ്ണൂർ, കുറവ് കൊല്ലം. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ലയും കണ്ണൂരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കടൽത്തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ്. സ്ത്രീ പുരുഷാനുപാതവും ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ്. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. അപ്പൊ നമ്മൾ ഇടുക്കി മുമ്പ് പഠിച്ചു. എവിടെ? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. അതുപോലെ തന്നെ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ലയും ഇടുക്കിയാണ്. പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എവിടെയാ? പട്ടിക ജാതിക്കാരാണ് പാലക്കാടാണ്. പട്ടിക ജാതി പാലക്കാട്. പട്ടിക വർഗമാണെങ്കിലോ, പട്ടിക വർഗം വയനാടാണ്. പട്ടിക വർഗം വയനാടും, പട്ടിക ജാതി ആണെങ്കിൽ പാലക്കാടും. ജനസംഖ്യ കൂടിയ താലൂക്ക് ആണെങ്കിൽ അത് കോഴിക്കോടാണ്. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടും. അതേപോലെ തന്നെ ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണ് ഇത് മുല്ലപ്പള്ളിയാണ്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. പട്ടിക ജാതിക്കാർ കൂടിയത് എവിടെയാ? പട്ടിക ജാതിക്കാരാണെങ്കിൽ നമ്മുടെ പാലക്കാടും. പട്ടിക വർഗമാണെങ്കിൽ വയനാട്. പട്ടിക വർഗം
വർഗം വയനാട്, പട്ടിക വർഗം വയനാട്, പട്ടികജാതി ജാതി പാലക്കാട്, വർഗം ഈ വായ ഓർത്ത് വെച്ചാൽ മതി. വർഗം വയനാട്. ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്, ജനസംഖ്യ കുറഞ്ഞ താലൂക്കാണ് മല്ലപ്പള്ളി. എടാ നഗരവാസികൾ, ഇപ്പൊ നമ്മുടെ നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? നഗരവാസികളാണ് എറണാകുളമാണ്. നമുക്കത് ഓർത്ത് വെക്കാലോ. എറണാകുളം വലിയ സിറ്റിയാണല്ലോ. അപ്പോൾ നഗരവാസികൾ ഏറ്റവും കൂടുതൽ എറണാകുളമാണ്. നഗരവാസികൾ കുറവുള്ളതാണെങ്കിൽ വയനാടാണ്. നഗരവാസികൾ കുറവുള്ളതാണെങ്കിൽ വയനാട് ജില്ല. എടാ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്താണെങ്കിൽ അത് കണ്ണാടിയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്ത് കണ്ണാടിയാണ്. കണ്ണാടി ഓർത്തു വെക്കണം. കണ്ണാടി. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണേലും അത് പോത്തുകലാണ്. പോത്തുകൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണെങ്കിൽ അത് പോത്തുകലും. അതേപോലെ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് കണ്ണാടി. കാരണം എല്ലായിടത്തും വൈദ്യുതി ഉണ്ട്, കണ്ണാടി പോലെ എല്ലാം കാണാലോ. ഓർത്ത് വെച്ചാൽ മതി. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്ത് കണ്ണാടിയാണ്. അതേപോലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണെങ്കിൽ അത് പോത്തുകലാണ്. പോത്തുകൽ. എടാ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതാ? ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്താണെങ്കിൽ അത് മങ്കരയാണ്. മങ്കര. ആദ്യമായി വികേന്ദ്രീകൃത ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്താണ് കല്യാശ്ശേരി. വികേന്ദ്രീകൃത ആസൂത്രണം നാട്ടോ ആരംഭിച്ച പഞ്ചായത്താണ് കല്യാശ്ശേരി. ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്താണത് പനത്തടിയാണ്. പനത്തടി. ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടി. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണെങ്കിൽ അത് നിലമ്പൂരാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടത്തിയ ആദ്യത്തെ പഞ്ചായത്താണ് വയനാട്, നമ്മുടെ അമ്പലവയല്. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടത്തിയ ആദ്യത്തെ പഞ്ചായത്താണെങ്കിൽ അമ്പലവയലാണ്. അമ്പലവയൽ വയനാട് ജില്ലയാണ് കേട്ടോ. അപ്പൊ നഗരവാസികൾ എറണാകുളവും, നഗരവാസികൾ കുറവുള്ള ജില്ല വയനാടുമാണ്. വയനാട് നമ്മൾ പറഞ്ഞു പട്ടിക വർഗമാണ് വയനാടാണ് കേട്ടോ. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്താണെങ്കിൽ അത് കണ്ണാടിയാണ്. ആ വൈദ്യുതി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും കണ്ണാടി പോലെ കാണാൻ പറ്റും. വൈദ്യുതീകരിച്ചത് കണ്ണാടി കേട്ടോ. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണത് പോത്തുകല്. ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ്. ആദ്യമായി വികേന്ദ്രീകൃത നഗരാസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ അത് കല്യാശ്ശേരിയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്താണെങ്കിൽ അത് പനത്തടി. പിന്നെ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ മലപ്പുറം ജില്ല. പഞ്ചായത്ത് ഏതാ? നിലമ്പൂരാണ്. നിലമ്പൂർ. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ ഓർത്തു വെച്ചോ. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടത്തിയ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയലാണ്. വയനാട് ജില്ലയാണ് അമ്പലവയല്. ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത്, കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്താണ് മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്താണ് മഞ്ചേശ്വരമാണ് കേട്ടോ. മഞ്ചേശ്വരം. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്താണ് പീലിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് കേരളത്തിലെ പീലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. പീലിക്കോട് പഞ്ചായത്താണ് പീലിക്കോട്. ഓർത്ത് വെക്കണം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ചോദിച്ചാൽ അത് വയനാടാണ്. വയനാടിനെ പറ്റി ഇപ്പോൾ നമ്മൾ 3 പോയിന്റാണ് പഠിച്ചത് കേട്ടോ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ ഏക താലൂക്ക് ചോദിച്ചാൽ നമ്മുടെ സുൽത്താൻ ബത്തേരിയാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ. ഓർത്തു വെക്കണം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്താണ് നൂൽപ്പുഴ. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമം ചോദിച്ചാൽ അത് മുത്തങ്ങ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ, ഗ്രാമം മുത്തങ്ങ. താലൂക്കാണെങ്കിൽ സുൽത്താൻ ബത്തേരി. ഏക ജില്ലയാണെങ്കിലോ തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ഓർത്തു വെക്കണടാ. ഇനി നമ്മൾ പറയാൻ പോണ കേരളത്തിന്റെ ഔദ്യോഗിക ഫലങ്ങളും ഔദ്യോഗിക മത്സ്യം കാര്യങ്ങളൊക്കെയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം എന്ന് പറയുന്നത് ചക്കയാണ്. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണല്ലോ അത് ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നം ആന. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണെങ്കിൽ മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പൽ. ഇതൊക്കെ ബേസ് ആണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. കേരളത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണെങ്കിൽ കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമാണെങ്കിൽ അത് ഇളനീരാണ്. ഒന്നുകൂടെ പറയാം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണെങ്കിൽ അത് ചക്കയും, കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണെങ്കിൽ അത് ആനയും, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണെങ്കിൽ അത് മലമുഴക്കി വേഴാമ്പലും, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനും, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണെങ്കിൽ അത് തെങ്ങും, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, അതുപോലെ തന്നെ ഔദ്യോഗിക പാനീയമാണെങ്കിൽ ഇളനീരുമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? 14 ജില്ലകളാണുള്ളത്. എല്ലാവർക്കും അറിയാലോ. 14 ജില്ലകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ 152ഉം ഗ്രാമപഞ്ചായത്ത് 941ഉം
കോർപ്പറേഷനുകളുടെ എണ്ണമാണെങ്കിൽ 6 അപ്പോൾ ജില്ലാ പഞ്ചായത്ത് 14, സ്റ്റേറ്റ്മെന്റ് വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. ജില്ലാ പഞ്ചായത്ത് 14, ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ 152, ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ 941, കോർപ്പറേഷനുകൾ 6, മുനിസിപ്പാലിറ്റികൾ 87 മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. താലൂക്ക് ആണെങ്കിലോ 78, റവന്യൂ ഡിവിഷൻ ആണെങ്കിൽ 27 ഉണ്ട് നമ്മുടെ കേരളത്തില്. റവന്യൂ വില്ലേജുകളിലാണെങ്കിലോ 1666, ഓർത്ത് വെക്കാം, ഫാൻസി നമ്പർ അല്ല, 1666 നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിൽ 140. ഇത് ഓർത്ത് വെച്ചോ, നമ്പർ വന്നുകൊണ്ട് എല്ലാവർക്കും മാർക്ക് പോകാനുള്ള നല്ല സാധ്യതയുള്ളതാണിത്. ജില്ലാ പഞ്ചായത്ത് 14 എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ 152, ഗ്രാമപഞ്ചായത്ത് 941, കോർപ്പറേഷനുകളാണെങ്കിൽ 6, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 87, താലൂക്ക് 78, റവന്യൂ ഡിവിഷൻ ആണെങ്കിൽ 27, റവന്യൂ വില്ലേജുകളുടെ എണ്ണമാണെങ്കിൽ 1666, നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിൽ 140. ഇവിടെ നിയമസഭാ അംഗങ്ങളാണേലോ, നിയമസഭാ അംഗങ്ങളാണെങ്കിൽ 140 കേട്ടോ. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണെങ്കിൽ 14 ഉണ്ട് കേരളത്തിൽ. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണെങ്കിൽ കേരളത്തിൽ 14 പട്ടിക വർഗ സംവരണ മണ്ഡലമാണെങ്കിൽ കേരളത്തിൽ 2 ഉള്ളത് നമുക്ക്. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20, ലോക്സഭാ മണ്ഡലങ്ങളാണെങ്കിൽ 20, ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണെങ്കിൽ 2 രാജ്യസഭാ മണ്ഡലങ്ങളാണെങ്കിൽ 9 കേട്ടോ നമ്മുടെ കേരളത്തിലുള്ളത്. അതിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി കേരളത്തിന്റെ ഭൂപ്രകൃതി. ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ മാർക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതുമായ ഒരു ടോപ്പിക്കാട്ടോ ഇത്. ഓർത്ത് വെച്ചാൽ അത് കേട്ടിരുന്ന് പോയാൽ മതി നിങ്ങൾ. അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി മലനാട്. മലനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി നമുക്ക് പൊതുവെ 3 തരംതിരിക്കാൻ പറ്റും. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതുപോലെ ആദ്യം നമ്മൾ നോക്കണം മലനാടാണ്. മലനാട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ 48% മലനാട് തന്നെ. മലനാട് 48%. ഇടനാടാണെങ്കിലോ 42. കേരളത്തിന്റെ ഭൂപ്രകൃതി മലനാട് 48%. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ മുകളിൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഓർത്തു വെച്ചോ, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളതാണ് മലനാട്. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് റബ്ബർ, കാപ്പി, ഏലം. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണെങ്കിൽ റബ്ബർ, കാപ്പി, ഏലം എന്നിവയാണ്. അതുപോലെ തന്നെ ജനവാസം കുറഞ്ഞ മേഖലയാണ് മലനാട്. എല്ലാവർക്കും ഊഹിക്കാലോ, മലയാണല്ലോ. അപ്പോൾ മലനാട്ടിലെ ജനവാസം പൊതുവെ കുറവായിരിക്കുമല്ലോ. പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയുമാണ് മലനാട്. അതേപോലെ തന്നെ പശ്ചിമഘട്ടം കാണപ്പെടുന്ന മേഖലയാണ് മലനാട് എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം കാണപ്പെടുന്ന മലനാട്ടിലാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടമാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റമാണ് അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ നമ്മുടെ ആൻമുടിയാണ്. ആൻമുടിയുടെ ഉയരത്തിലുള്ള 2695 കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയത്, അതുപോലെ തന്നെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്, 2695 കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയും ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം ഓർത്ത് വെച്ചോ, പ്രീവിയസ് ആണ് കേട്ടോ. 2695 കിലോമീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. അപ്പോൾ മലനാട് 48%. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എന്നറിയപ്പെടുന്നത്. പ്രധാന കൃഷിവിള റബ്ബർ, കാപ്പി, ഏലം എന്നിവയാണ്. ജനവാസം താരതമ്യേന കുറഞ്ഞ മേഖലയാണ് മലനാട്. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. പശ്ചിമഘട്ടം കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്ന അഗസ്ത്യാർകൂടമാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചേക്കുന്നത്. അതിൽ നമ്മൾ മലനാട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇടനാടാണ് കേട്ടോ. ഇടനാട് എന്ന് പറഞ്ഞാൽ 42% ഇടനാട്. അതേപോലെ തന്നെ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ളതാണ് ഇടനാട് എന്ന് പറയുന്നത്. 7.5നും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട്. മലനാട് എത്രയായിരുന്നു? മലനാട് 75 മീറ്റർ കൂടുതലാണെങ്കിൽ ഇത് മലനാടും, 7.5നും 75 മീറ്ററിനും ഇടയിലാണെങ്കിൽ അത് ഇടനാടാണ്. മലനാട്ടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറിയ കുന്നുകളും താഴ്വരകളും അതുപോലെ തന്നെ സമതല പ്രദേശവുമാണ് ഉൾപ്പെട്ടാണ് ഇടനാട് എന്ന് പറയുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറിയ കുന്നുകളും താഴ്വരകളും സമതല പ്രദേശങ്ങളും ചേർന്നാണ് ഇടനാട്. ഈ ഇടനാട്ടിലെ പ്രധാന കാർഷിക വിള എന്ന് പറഞ്ഞാൽ അത് ഏലം, തേയില ഒഴികെയുള്ള മറ്റ് എല്ലാ വിളകളും കാണപ്പെടുന്നു. അപ്പോൾ ഏലം, തേയില ഒഴികെ മറ്റ് എല്ലാ വിളകളും കാണപ്പെടുന്നത് ഇടനാട്ടിലാണ്. പ്രധാനമായ മണ്ണിനെന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാട്ടിൽ പ്രധാന മണ്ണിനെന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് ആണ് കേട്ടോ. ലാറ്ററൈറ്റ് ഓർത്ത് വെച്ചോ. നമ്മുടെ തീരപ്രദേശം, നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3 തരംതിരിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെയാണ് തീരപ്രദേശം. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ ശതമാനമാണ്. 48% മലനാടും, 42 ഇടനാടും, 8% തീരപ്രദേശവുമാണ്.
അപ്പൊ നമ്മുടെ കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് ചോദിച്ചാൽ അത് 590 കിലോമീറ്റർ ആണ്. തീരദേശ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അത് 590 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലായിരുന്നോ, അത് നമ്മളിത് പറഞ്ഞിട്ടല്ലേ തുടങ്ങി. 7.5 താഴെ 7.5 താഴെ ഉള്ള പ്രദേശമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത്. 7.5 താഴെ ഓർത്തു വെക്കണം. മലനാടാണെങ്കിൽ 75 മീറ്ററിന് മുകളിൽ, ഇടനാടാണെങ്കിൽ 75നും 7.5നും ഇടയിൽ, തീരപ്രദേശമാണെങ്കിൽ 7.5 താഴെയുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത്. കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ, നമ്മുടെ കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളാണ് അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. നമ്മുടെ 5 ജില്ലകൾ, നമ്മുടെ കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത 5 ജില്ലകളാണ് ഉള്ളത്. അതാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഓർത്തു വെച്ചോട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഭാഗത്തുനിന്ന്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥമാണ് ഇലുമിനേറ്റും മോണോസൈറ്റും. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട്, കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയപ്പെടുന്നത്. കടൽത്തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ജില്ലയിലെ കണ്ണൂര്. അപ്പോൾ ഈ മുഴുപ്പിലങ്ങാട് ബീച്ചുള്ളത് കണ്ണൂരാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അത് അഴീക്കോട് മുനിക്കൽ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ കായലുകളുടെ എണ്ണമാണെങ്കിൽ അത് 34, ഉൾനാടൻ കായലുകളാണെങ്കിൽ 7 എണ്ണവുമാണ്. കേരളത്തിലെ കായലുകൾ 34, ഉൾനാടൻ കായലുകൾ 7 എണ്ണവുമാണ് കേരളത്തിലുള്ളത്. കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ 27 എണ്ണം. ഉൾനാടൻ എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധമില്ലാത്തവയാണ്. കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം 27. ഒന്നുകൂടെ ഭൂപ്രകൃതി ഒന്നുകൂടെ സ്പീഡിലൊന്ന് റിവീസ് ചെയ്യണേ. 48% മലനാട് എന്ന് പറയുന്നത്. 48% മലനാട്. അതുപോലെ തന്നെ 75 മീറ്റർ മുകളിലാണ് ഉയരം. പ്രധാന കാർഷിക വിള റബ്ബർ, കാപ്പി, ഏലമാണ്. ജനവാസം താരതമ്യേന കുറഞ്ഞ മേഖലയാണ് മലനാട്ടിലല്ലേ, ജനങ്ങൾ കുറവായിരിക്കുമല്ലോ. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. പശ്ചിമഘട്ടം കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെ തെക്കേയറ്റം അഗസ്ത്യാർകൂടമാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടി കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ഇടനാടാണെങ്കിൽ 42%. കേരളത്തില് ഭൂപ്രകൃതിയുടെ രണ്ടാമത്തെയാണ് ഇടനാട്. 42%. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 7.5നും 75നും. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറിയ കുന്നുകളും താഴ്വരകളും സമതലങ്ങളുമാണ് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറിയ കുന്നുകളും താഴ്വരകളും സമതലങ്ങളും കാണപ്പെടുന്നതാണ് ഇടനാട്. ഏലം, തേയില എന്നിവ ഒഴികെ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇടനാട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കേരള ജോഗ്രഫീന്റെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഭാഗം, ബേസ് ആണ് നമ്മളിന്ന് പറഞ്ഞു പോയത് കേട്ടോ. കേരള ജോഗ്രഫി എന്ന് പറഞ്ഞാൽ പഠിച്ച മാർക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഭയങ്കര സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. ജോഗ്രഫി പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഇതിനുള്ള മാർക്ക് നമുക്ക് കളയാണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. നമുക്ക് അടുത്ത ക്ലാസ്സിന് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, ബൈ.